അങ്ങനെ 2025 കഴിഞ്ഞ് 2026 നമ്മളൊക്കെ എത്തിയല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യത്തോടു കൂടിയുള്ള എന്താ പറയുക നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഓരോ വർഷവും നമുക്ക് ഓരോ പാഠങ്ങളായിരിക്കുമല്ലേ നമുക്കുണ്ടാവുക, ഓരോ അനുഭവങ്ങളായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ പഠിച്ച വലിയൊരു പാഠമുണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിനേക്കാളും ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് സമാധാനമാണ് കേട്ടോ. മനസ്സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വന്നോളും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ അത് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ കൊല്ലം നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാവട്ടെ എല്ലാവർക്കും. അപ്പം എൻ്റെ ഈ ഒരു കപ്പ് ഉണ്ട്, ഞാനിതിൽ ചായ ഒഴിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിതിങ്ങനെ അറിഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായത്. ഞാൻ ചൂടുള്ള ചായ ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലാക്ക് കപ്പ് ഇതുപോലെ മാജിക്കായിട്ട് കളറ് മാറിയിട്ടുണ്ട്. ഇത് എന്താ പറയുക, ഈ ഒരു ചൂടൊക്കെ പോയി കഴിയുമ്പം പഴയ ആ ഒരു കളറിൽ തന്നെ വരും കേട്ടോ. നമുക്ക് രാവിലെ തന്നെ അടിപൊളി ചായ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി നോക്കട്ടോ. അപ്പോൾ അതിൻ്റെ കളറ് ചേഞ്ച് ആവും. ഇതേ കണ്ടില്ലേ? അപ്പോൾ ഇതൊരു മാജിക്കൽ കപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വർഷത്തിൽ നമ്മുടെ ഈ ഒരു പുതിയ ദിവസം പുതിയ കപ്പിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച്. ന്യൂ ഇയർ ആകുമ്പം വലിയ പ്രത്യേകതയൊന്നും ഇല്ല എന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്കൊരു 2025 കഴിഞ്ഞ് 2026 എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യം തന്നെയല്ലേ. അപ്പോൾ നമുക്കിന്ന് പുതിയ വർഷത്തിൽ ഞാനിന്ന് കുറച്ചൊരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ന്യൂ ഇയറൊക്കെ അല്ലേ നമ്മുടെ എന്താ പറയുക, വെറുതെ ഒരു രസം വേറൊന്നുമല്ല. അപ്പോൾ കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കുട്ടികളൊക്കെ എന്തായാലും ഉള്ളതല്ലേ, സ്കൂളൊക്കെ ലീവല്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഒരു ന്യൂ ഇയറിൽ ആദ്യമായിട്ടൊരു വീഡിയോ ഇടുമ്പോൾ കുറച്ച് നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് ഡെസേർട്ട് ഉണ്ടാക്കുന്നുണ്ട്. ചോക്ലേറ്റ് കേക്ക് വെച്ചിട്ടുള്ള ഡെസേർട്ടാണ് കേട്ടോ. അപ്പം ചോക്ലേറ്റ് കേക്കും ചോക്ലേറ്റ് ഗണേഷും അതുപോലെ തന്നെ സ്ട്രോബെറി ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും ഇപ്പോൾ കാണിക്കുന്നില്ല, കാരണം ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായതാണ്. പക്ഷേ നല്ല ലെങ്താകുന്നുണ്ട് വീഡിയോ, 25 മിനിറ്റിലൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ ഇത് ഏതായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ലോഡ് ആക്കുക. കാരണം ഓവനൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ചെയ്യാമെന്ന് കുറേ പേര് ഞാൻ കഴിഞ്ഞ കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ചെയ്തപ്പോൾ ചോദിക്കുന്നുണ്ടായിന്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓവനോ പിന്നെ എന്താ പറയുക എയർ ഫ്രയറോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ തന്നെ നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അടുത്ത വീഡിയോയിൽ കാണിക്കാട്ടാം. അപ്പോൾ ഈ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി അപ്പം ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്തത് ഞാൻ അങ്ങനെ കുറച്ച് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അമേരിക്കൻ ചോപ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഞാനിവിടെ 450 ഗ്രാമിൻ്റെ നൂഡിൽസാണ് കേട്ടോ ഇവിടെ വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ആക്കുന്നില്ല. ഞാൻ കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടി അങ്ങനെ ഒന്നിച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ടൈമിൽ ഇവിടെ കേക്കും കൂടി സെറ്റായി വരുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഗണേഷും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ എയർ ഫ്രൈയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽട്ടായിട്ട് കിട്ടും. ആ ടൈമിൽ നമ്മുടെ നൂഡിൽസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതങ്ങനെ കൂടുതൽ വേവണ്ടെന്നല്ല, വേവണം, പക്ഷെ വെന്തുടയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അടിപൊളിയായിട്ട് ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇതിൻ്റെ കംപ്ലീറ്റ് റെസിപ്പീസൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗണേഷും റെഡി ആയിട്ടുണ്ട്. അപ്പം അതിനിടയിൽ നമ്മുടെ നൂഡിൽസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച നൂഡിൽസ് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി അതവിടെ നിന്ന് വെള്ളമൊക്കെ വാർന്ന് ഒന്ന് സെറ്റായി വരട്ടെ. ആ ടൈമിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. കാരണം ഇത് അപ്പോഴേക്കും നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടുമല്ലോ നമ്മളെ അമേരിക്കൻ ചോപ്സൊക്കെ ആവുന്ന ടൈമിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ എന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം. ഞാൻ പറഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ അമേരിക്കൻ ചോപ്സിൻ്റെ പണി തുടങ്ങുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ക്യാപ്സിക്കം അതിൻ്റെ പകുതി മതി കേട്ടോ. പിന്നെ ചെറിയൊരു പീസ് ക്യാബേജ്, ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി, ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ എടുത്തോട്ടെ ഇഞ്ചിനേക്കാളും. അപ്പം അതൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ഒരു ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കാരണം നമുക്ക് ആ ഒരു നൂഡിൽസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടാവുന്ന ടൈമിൽ നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു നൂഡിൽസിലോട്ട്
ഞാൻ ഫസ്റ്റ് 2 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ കുറച്ച് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ 2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 250-300 ഗ്രാം അങ്ങനെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഇതൊക്കെ നിങ്ങളെ എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഞാനിതൊരു 3 ആൾക്ക് കഴിക്കാനൊക്കെ ഓക്കെയാണ്. 3 ആളല്ല 3-4 ആളൊക്കെ പറ്റുമായിരിക്കും. അത് ഒരാൾ എങ്ങനെയാണ് കഴിക്കുന്നത് അതിനനുസരിച്ചിട്ടല്ലേ. അപ്പം ഞാൻ ഫസ്റ്റ് കുറച്ച് നൂഡിൽസ് ഇതേപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. പിന്നെ ഇതുപോലെ എല്ലാ നൂഡിൽസും ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഞാൻ അമേരിക്കൻ ചോപ്സിക്ക് ആവശ്യമായിട്ടുള്ള പാനും കൂടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അപ്പോഴേക്കും കുറച്ച് ചൂടായി വരുമല്ലോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നൂഡിൽസും കൂടി ഈ ഒരു ഓയിലിൽ തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അവിടെ നിന്ന് ഫ്രൈ ആയിക്കോളും. ഇനി നമുക്ക് ഈ ഒരു പാനിലോട്ട് ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഒന്ന് ആ ഒരു പച്ചമണം മാറുന്നവരെയൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. അപ്പം ചെറിയൊരു ഉള്ളി മതി കേട്ടോ. കൂടുതൽ വലിയ ഉള്ളിയൊന്നും എടുക്കണ്ട. ഒരു ചെറിയൊരു സൈസിലുള്ള ഉള്ളി മാത്രം എടുത്താൽ മതി. സവോളയാണ് കേട്ടോ. ചിലർ ഉള്ളി എന്ന് പറയുമ്പം ചെറിയ ഉള്ളി എന്ന് വിചാരിക്കും. ചെറിയ ഉള്ളിയല്ല, സവോള. ഇനി ഇതിലോട്ട് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ഇതുപോലെ നല്ല എന്താ പറയുക തിന്നായിട്ട് വേണം കേട്ടോ അരിയാൻ വേണ്ടിയിട്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അത് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പം ഇതിലോട്ട് നമുക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ചൊരു വേവുള്ള സംഭവമല്ലേ നമ്മുടെ ക്യാരറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഫസ്റ്റ് ചേർത്ത് കൊടുത്തത്. അത് കുറച്ചൊന്ന് വെന്ത് വന്നാൽ മാത്രം നമുക്ക് ഇതേ ഒരു ക്യാബേജ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു ടൈമിൽ നമ്മുടെ രണ്ടാമത്തെ നൂഡിൽസിൻ്റെ ആ ഒരു സംഭവം കൂടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയൊരു പാനാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് കൂടുതൽ ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പക്ഷേ ഇതില്ലേ ഇതുപോലെ ഇങ്ങനെ കുഴിയുള്ള പാത്രത്തിൽ തന്നെ ചെയ്യുന്നതാവും നല്ലത്. ഗ്യാസ് സ്റ്റവ് കംപ്ലീറ്റ് എന്താ പറയുക ഓയിൽ തെറിച്ചിട്ട് നല്ല പണി കിട്ടും കേട്ടോ. ലാസ്റ്റ് നല്ലപോലെ ഓയിൽ എന്താ പറയുക തെറിക്കും. അപ്പോൾ നിങ്ങൾ അടച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ അടച്ച് വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ പൊട്ടിത്തെറിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ക്യാബേജിൻ്റെ മിക്സിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ 1 ടീസ്പൂൺ വിനാഗിരിയില്ലേ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ തന്നെ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. 2 or 3 അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ ഇതുപോലെ 2 സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. 2 ടീസ്പൂൺ മതി കേട്ടോ. നിങ്ങൾക്ക് ലൈറ്റാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് തന്നെ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അതൊക്കെ ഒന്ന് വെന്ത് എന്താ പറയുക അതിലൊക്കെ പിടിച്ച് അങ്ങനെ. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി വീണ്ടും ഒന്നും കൂടി വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടാവും. ഈ ടൈമിൽ നമുക്ക് ഒരു 1.5 കപ്പല്ല, ഞാൻ ഫസ്റ്റ് 1 കപ്പാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുണ്ടായത്. ടോട്ടൽ ഞാൻ 2 കപ്പാണ് എടുത്തിട്ടുണ്ടായത്. പക്ഷേ ഫസ്റ്റ് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ 2 കപ്പ് കംപ്ലീറ്റ് ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കളഞ്ഞിട്ട് 1.5 കപ്പാണ് ടോട്ടൽ ഞാനിപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ബാക്കി 1/2 കപ്പ് വെള്ളത്തിലോട്ട് ഒരു 2 ടീസ്പൂൺ നിറച്ചെണ്ണ കോൺഫ്ലവർ ഇല്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സാക്കിയിട്ട് ഈ ഒരു ഗ്രേവിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് തിക്കായിട്ട് വരുമല്ലോ. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഉപ്പിട്ടിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ടൈം വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. കാരണം സോസൊക്കെ ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഉപ്പ് ചേർത്താൽ മതി. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ മല്ലിയില അല്ല ചേർക്കാൻ, നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഇല്ലേ അതാ ചേർക്കുക. പക്ഷേ അതെൻ്റെ കയ്യിലില്ല. അത് മാത്രമല്ല മല്ലിയിലേൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും മല്ലിയില ചേർക്കുന്ന പോലെ ഇതിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ മല്ലിയില എന്തായാലും ചേർത്ത് കൊടുത്തു, അതാണൊരു നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ നൂഡിൽസും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളൊരു ഗ്രേവി ആക്കുന്ന ടൈമിൽ ഇതുപോലെ രണ്ടും ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ രണ്ടും പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് എല്ലാ നൂഡിൽസും ഒന്ന് പൊടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ദേഷ്യവും മനസ്സിലുള്ളത് അവരെ മനസ്സിൽ വിചാരിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് പൊടിച്ചെടുത്തോ. അപ്പോൾ എല്ലാ നൂഡിൽസും ഇതുപോലെ നല്ല അങ്ങനെ പൊടിയാക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അങ്ങനെ പൊടിച്ചിട്ട് എടുക്കുക. അത് ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേക്കും ഗ്യാസ് സ്റ്റൗവെല്ലാം ഒരുപോലെ ആയിട്ടുണ്ട് കേട്ടോ, ഓയിൽ തെറിച്ചിട്ട്. അപ്പോൾ അത് വൃത്തിയാക്കാൻ എനിക്ക് വേറൊരു പണി എന്തായാലും നടക്കൂല. കാരണം അത് കാണുന്തോറും ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്.
2 3 പ്രാവശ്യം തുടച്ചിട്ടാണ് കേട്ടോ ആ ഒരു ഓയിലിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ പോയി കിട്ടിയത്. ആ എണ്ണമെഴുക്കൊക്കെ പോയത്. അപ്പോൾ ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ടിഷ്യൂ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് വരും കേട്ടോ. അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അമേരിക്കൻ ചോപ്സിയും ഇതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 3 പ്ലേറ്റിലോട്ടാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ഞാൻ നേരത്തെ ചെയ്തത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതുപോലെ 3 പ്ലേറ്റിലോട്ടാക്കിയിട്ട് ഈക്വൽ പോർഷൻ ആക്കിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ ഞാനൊരു കോൾഡ് കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ടായിന്. അപ്പം ഓരോ ചില വ്ളോഗിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കോഫി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പം. നമ്മൾ നോർമലി ചൂടുള്ള കോഫി കുടിക്കുന്നതിനേക്കാളും ഇങ്ങനെ കോൾഡ് കോഫി ആക്കിയിട്ട് കുടിക്കുമ്പം നിങ്ങളൊക്കെ ചെയ്ത് തന്നെ ആയിരിക്കും. ഞാൻ ഇതിന് കുറച്ച് മുന്നേ 2-3 വീഡിയോസിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു വേർഷനിൽ. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്ക്, ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ. നല്ല ടേസ്റ്റ്. നമുക്ക് ഇതിൽ എന്താ പറയുക, മിക്സിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ഡാൽഗോണ കോഫിയൊക്കെ. കാരണം പഞ്ചസാരയും കോഫി പൗഡറും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സിൻ്റെ ചെറിയ ജാറിൽ അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആക്കി കിട്ടും കേട്ടോ. നമുക്ക് വേറെ ഫ്രോത്തറിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഡ്രിങ്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അമേരിക്കൻ ചോപ്സ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബുൾസൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചൂടോട് കൂടി വേണം കേട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗ്രേവി ഇല്ലേ, ഈ ഒരു പ്ലേറ്റിലോട്ട് നല്ല ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. നല്ല എന്താ പറയുക, നന്നായി സോക്കായി നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നവരെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ടാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇത് ക്രിസ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബുൾസൈ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെയല്ലേ നമുക്ക് ഹോട്ടൽസിൽ നിന്നൊക്കെ സെർവ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് 3 പ്ലേറ്റും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഞാനിതൊക്കെ ലഞ്ചിൻ്റെ ടൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളെപ്പോഴും ചോറും അങ്ങനെ തന്നെയല്ലേ കഴിക്കുന്നത്. ഒരു ചെറിയൊരു വെറൈറ്റി നമ്മളിടയ്ക്കിടെ ഇങ്ങനെ ഓരോ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എന്തിൻ്റെ ഒരു കാര്യത്തിലായാലും എപ്പോഴും ചെയ്യുന്ന കാര്യത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പം ആ ഒരു ബോറടിയും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കാരണം ചൈനീസ് ഫുഡ് ഇഷ്ടമാവുന്ന എല്ലാവർക്കും ഇഷ്ടമാവും, നാടൻ ഫുഡ് ഇഷ്ടമാവുന്നവർക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. കാരണം ചിലർക്ക് ചൈനീസ് ഫുഡിനോട് അത്ര താല്പര്യം ഉണ്ടാവില്ലല്ലോ. പക്ഷേ ചൈനീസ് ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും. സോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്ത് നോക്കുക. ടേസ്റ്റ് നിങ്ങൾക്കെല്ലാം അറിയാൻ വേണ്ടി പറ്റുക. അങ്ങനെ ഇതിപ്പോൾ ഞാൻ എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മുടെ അമേരിക്കൻ ചോപ്സിയും അതുപോലെ തന്നെ നമ്മുടെ ഡെസേർട്ടും നമ്മുടെ ഡ്രിങ്കും അതുപോലെ കുറച്ച് പപ്പായ ഫ്രൂട്ടായിട്ട് അതും കൂടി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫുഡും അതുപോലെ നമ്മുടെ ന്യൂ ഇയറിൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഒരു ഹേർട്ടിങ്ങിൽ കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത്. അതുപോലെ എൻ്റെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ മെസ്സേജിൻ്റെ ഒരു സെക്ഷനിൽ ഹൈപ്പ് എന്ന് കാണലില്ലേ, അപ്പോൾ അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.